ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بعباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ജീവിത സമീപനങ്ങളും ആഘോഷങ്ങളോടുള്ള അവരുടെ അത്യാർത്ഥികളും കഴിഞ്ഞ ഏതാനും കുത്തുബകളിലൂടെ നാം മനസ്സിലാക്കി. ഇന്നത്തെ രക്ഷിതാക്കൾക്ക് അധികവും പറയാനുള്ളത്, നമുക്കുള്ള വിശ്വാസം പോലെ, നമുക്കുള്ള ദീനീ നിഷ്ഠ പോലെ മക്കൾക്കില്ല. അതാണായാലും പെണ്ണായാലും മുതിർന്ന മനുഷ്യരുടെ പരാതിയാണ്. നാം വിശ്വസിച്ചു പോന്ന ആ രീതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ദീനിന്റെ നിഷ്ഠകൾ പാലിക്കുന്നതിൽ നമ്മുടെ മക്കൾക്ക് കണിശത പോരാ. അവരുടെ മക്കൾ കൂടിയായാലോ പേരമക്കളിലേക്ക് എത്തിയാലോ അത്രയും ഇല്ല. നാം ആവട്ടെ മനുഷ്യ പ്രകൃതി അനുസരിച്ച് തന്നെ മക്കളെ സ്നേഹിക്കുന്നവരാണ്, കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, പേരമക്കളെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. ഈ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ആർക്കാ സ്നേഹമില്ലാത്ത മക്കളോട്, കുടുംബത്തോട്? അതൊരു മനുഷ്യ പ്രകൃതിയാണല്ലോ സ്നേഹിക്കാന്നത്. ശരിക്കും സ്നേഹമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നമ്മളെ സ്നേഹം ശരിയാണോ, ആത്മാർത്ഥമാണോ? ആത്മാർത്ഥമാണെങ്കിൽ എന്റെ മക്കൾ ശാശ്വതമായ പരലോക ജീവിതത്തിൽ നരകത്തിന്റെ വിറകുകളാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നവരായിരിക്കും ശരിക്കും സ്നേഹിക്കുന്നവർ. ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മാതാപിതാക്കളാവട്ടെ, കുടുംബത്തിലെ മറ്റുള്ളവരാവട്ടെ, അവരെ ആത്മാർത്ഥമായിട്ടാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ ഈ ദുനിയാവ് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ശാശ്വതമായിട്ടുള്ളത് പരലോകമാണ്. ഇവിടെ നല്ല സുഖമൊക്കെ ഉണ്ടായിട്ട് പരലോകം നഷ്ടമായാൽ അതായിരിക്കുമല്ലോ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെ പരലോകത്തിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും മക്കളും ഇടയും സഹോദരങ്ങളും രക്ഷപ്പെടണമെന്ന ബോധ്യത്തിൽ, ആഗ്രഹത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് ശരിക്കും കുടുംബത്തെ സ്നേഹിക്കുന്നവർ.
സൂറത്ത് തഹ്രീമിലെ 6-ാമത്തെ വചനം പലതവണ നാം കേട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളെ വിളിച്ചിട്ടാ പറഞ്ഞത്, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വ അഹ്ലിക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുക. നമ്മളെ നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തണം. പോരാ, നമ്മുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. ദുനിയാവിലെ റസൂലുള്ള പറഞ്ഞല്ലോ, ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂട് കൂടുതലാണ് നരകത്തിലെ തീക്ക്. ആ നരകത്തിലെ തീയുടെ ചൂട് കൂടാൻ അള്ളാഹു അതിൽ കത്തിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പോരാ, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ, ആ നരകത്തിന്റെ കാവൽക്കാരായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പരുഷ സ്വഭാവികളായ കഠിനന്മാരായ ചില മലായികത്തുകളെയാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹ് കൽപ്പിച്ചതിന് വിപരീതമായ മലക്കുകൾ ഒന്നും തന്നെ ചെയ്യില്ല. അതുപോലെ തന്നെ വയഫ്അലൂന മാ യുമറൂൻ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതേപോലെ ചെയ്യും. ദുനിയാവിൽ എത്ര കഠിനന്മാരായ ജയിലർമാരായിരുന്നാലും നിയമപാലകരായിരുന്നാലും ചിലപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ചില മനുഷ്യത്വം രൂപപ്പെടുകയും പീഡനം അനുഭവിക്കുന്നവരോട് ഒരു കൃപ തോന്നുകയും ചെയ്യും. അങ്ങനെ ശിക്ഷയിൽ തന്നെ ഇളവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നരകാഗ്നിയിലെ മലക്കുകൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ദയ അവർക്കറിയില്ല, കാരുണ്യം അവരുടെ അടുത്തുകൂടി സഞ്ചരിച്ചിട്ടില്ല. കഠിനന്മാരാണ് അവര്, പരുഷ സ്വഭാവികളാണ്. മനുഷ്യന്റെ നിലവിളി കേട്ട് ദയ തോന്നുന്നവരല്ല അവർ. അത്തരം മലക്കുകളെയാണ് നരകത്തിന്റെ കാവൽക്കാരായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. റബ്ബിന്റെ കൽപ്പന അപ്പടി നിർവഹിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിലെ 6-ാമത്തെ ആയത്താണിത്. പലപ്പോഴും ദീനീ വിശ്വാസത്തിലേക്ക് മക്കളെ ക്ഷണിക്കുവാൻ, ദീനീ നിഷ്ഠ പാലിക്കണമെന്ന് നിർബന്ധിക്കാൻ നമുക്ക് തടസ്സമായി വരുന്നത് എന്താണ്? അവരുള്ള സ്നേഹം. അതെ, മക്കളോടുള്ള സ്നേഹം. അവര് നമ്മളെ വെറുക്കാതിരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും നിർബന്ധം ചെലുത്തിയാൽ നമ്മിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനേ വയ്യ. അതിനേക്കാൾ പ്രയാസമാണ് പേരമക്കളെ. നമുക്ക് അതിന് മക്കളെക്കാൾ സ്നേഹമാണ്. അതുകൊണ്ട് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ സ്നേഹം കൊണ്ട് അവരെ നിർബന്ധിക്കുന്നില്ല. നിസ്കരിച്ചിട്ടില്ല എന്നറിയാം, നമ്മുടെ മകൻ, നമ്മുടെ മകൾ, നമ്മുടെ പേരക്കുട്ടി അവര് നിസ്കരിച്ചിട്ടില്ല എന്നറിയാം. നമ്മൾ സുബഹി സമയത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുണ്ട്, നമ്മുടെ പേരക്കുട്ടി നിസ്കരിച്ചിട്ടില്ല എന്നറിയാം. പക്ഷെ ഭയങ്കര സ്നേഹം പേരക്കുട്ടിയോട്, കുറച്ചും കൂടി അത് ഉറങ്ങിക്കോട്ടെ എന്ന് ഒരു സ്നേഹം നമുക്ക് തോന്നുക, മക്കളോട് തോന്നുക. അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കളോ പേരമക്കളോ ചെയ്യുമ്പോ ഒരു ചടങ്ങിനൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ, ഒരു ചടങ്ങിന് അങ്ങനൊന്നും പാടില്ല മോനെ മോളെ ഇങ്ങനൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ചടങ്ങിന് പറയല്ലാതെ ശരിക്കും അവരിൽ മാറ്റമുണ്ടാകണം, അവരെ മാറ്റിയെടുക്കണം. എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാവുന്നവരാണ്. ആ നരകത്തിന്റെ വിറകായി തീരാൻ എൻ്റെ മോള്, എൻ്റെ മകൻ, എൻ്റെ മരുമകൾ, എൻ്റെ മരുമകൻ, എൻ്റെ അനുജൻ, ചേട്ടൻ, എൻ്റെ കഷ്ടപ്പെട്ട് ലാളിച്ച് സ്നേഹിച്ചു വളർത്തിയ എൻ്റെ വാപ്പയും ഉമ്മയും നരകത്തിൽ കത്തരുത് എന്ന് മോഹിക്കണ്ടേ നമ്മൾ? അതുകൊണ്ടല്ലേ അവരെ അതിൽ നിന്ന് പലപ്പോഴും വേണ്ടത് വേണ്ട സമയത്ത് വസിയത്ത് ചെയ്യാൻ, ഉപദേശിക്കാൻ നമുക്ക് തടസ്സമായി തീരുന്നത്
അവരോടുള്ള സ്നേഹബന്ധം തന്നെയാണ്. ആണ് അത്ഭുതം. മക്കളോടുള്ള സ്നേഹക്കൂടുതൽ, ഭാര്യയോടുള്ള സ്നേഹക്കൂടുതൽ, ഭർത്താവിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് കർശനമായി പറയാൻ നമുക്ക് സാധ്യമാവുന്നില്ല. നമ്മുടെ മക്കളും പേരമക്കളും പുറത്തേക്കിറങ്ങിയാൽ അവർക്ക് ലഭിക്കുന്നത്, അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുതിർന്നവരോട് ഒരു ബഹുമാനവും ഇല്ല. ഇന്ന് വളരുന്നത് ഉപദേശിക്കുന്നവരൊന്നും തീരെ ഇഷ്ടമില്ല. ഉപദേശിക്കുന്ന വാപ്പമ്മമാരോടും വല്ലിപ്പ വല്യമ്മമാരോടും മൂത്താപ്പമാരോടും അല്ലെങ്കിൽ അയൽവക്കത്തെ കാർന്നോരോടും ഒന്നും അവരെ കണ്ടുമുട്ടരുതേ എന്നാണ് ചെറിയ മക്കൾ ആഗ്രഹിക്കുന്നത്. കണ്ടാല് ഇങ്ങനെ വേണം മോനെ, ഇങ്ങനെ ചെയ്യരുതെന്ന് പറയും. അത് ഇഷ്ടമല്ല. റെസ്പെക്ട് പോലും അവർ ചെയ്യാത്ത രീതിയിലാണ് വളർന്നു വരുന്നത്. മുമ്പ് സ്വന്തം മൂത്താപ്പാവണമെന്നില്ല, വടക്കേലെ തെക്കേലെ കാർന്നോര് കണ്ടാൽ നമുക്ക് പേടിയായിരുന്നു. നമ്മുടെ ചെറുപ്പത്തില് എന്തെങ്കിലും തെറ്റ് അവര് കണ്ടാൽ നമുക്ക് ഭയമായിരുന്നു. ഇന്ന് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പൊ സ്നേഹക്കൂടുതലാണോ, നമ്മുടെ വീട്ടുകാരോടുള്ള സ്നേഹക്കൂടുതലാണോ ചെയ്യേണ്ടത് ചെയ്യണമെന്ന് പറയാതിരിക്കാൻ നമുക്ക് തടസ്സമാകുന്നത്? ചെയ്യരുതാത്തത് ചെയ്യുമ്പോൾ മക്കളെ ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് തടസ്സമാകുന്നത് അവരോടുള്ള സ്നേഹമാണോ? എങ്കിൽ നേരെ വിപരീത ദിശയിലേക്കാണ് മരണശേഷമുള്ള അവസ്ഥ. ശ്രദ്ധിക്കണം. മരണശേഷം പരലോകത്തുള്ള സ്ഥിതി നേരെ തിരിച്ചായിരിക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുക. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ സ്വന്തം കുടുംബക്കാരോട് മുന്നറിയിപ്പ് നൽകുക, നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുക എന്ന് ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹ് സ്വന്തം കുടുംബാംഗങ്ങളെ, ബനു ഹാഷിം കുടുംബത്തെ, സ്വന്തം മകൾ ഫാത്തിമയെ, എളാപ്പയെ, അമ്മായിയെ, സ്വന്തക്കാരെ വിളിച്ചുകൂട്ടി. ഓരോരുത്തരോടും പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? മകളോട് മാത്രം പറഞ്ഞത് കേട്ടാൽ മതി, ബാക്കിയുള്ളത് കേൾക്കേണ്ട കാര്യം വരില്ല. കാരണം പ്രവാചകനെ സംബന്ധിച്ച് മകൾ ഫാത്തിമ, അതിനു മുമ്പുള്ളവരൊക്കെ കെട്ടിച്ചു പോയി, കെട്ടിച്ച വീട്ടിലായിരുന്നു. ഫാത്തിമയാണ് സ്വന്തം റസൂലുള്ളാഹിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അപ്പുള്ളത്. ഉമ്മു കുൽസൂം, റുഖിയ, സൈനബ കല്യാണം കഴിഞ്ഞു പോയവരാ. കല്യാണം കഴിയാത്ത ഫാത്തിമയാണ് വീട്ടിലുള്ളത്. ചെറുപ്പമാണ്. എളാപ്പാനെ വിളിച്ചിട്ടുണ്ട്, അമ്മായിനെ വിളിച്ചിട്ടുണ്ട്, ബനു ഹാഷിം കുടുംബത്തെ വിളിച്ചിട്ടുണ്ട്. യാ ഫാത്തിമ, റസൂലിനെ വിളിക്കാം, മോളെ. മറ്റുള്ളവർ കേൾക്കേ. ബിന്ത മുഹമ്മദിൻ, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, അങ്കിദീ നഫ്സികി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ നീ തന്നെ രക്ഷപ്പെടുത്തണം മോളെ. നാളെ റബ്ബിന്റെ അടുക്കൽ മകളെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ വാപ്പാനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അങ്കിദീ നഫ്സകി മിനന്നാർ, പൊന്നുമോളെ നിന്നെ നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തുകൊള്ളണം. ആര് ആരോട് പറയുന്നു എന്നത് ശ്രദ്ധിക്കണം. അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അള്ളാഹിനോട് ഏറ്റവും മുഖർറബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ജീവിതത്തിലെ മുഖർറബായ മകളോട്, മോളെ, മോൾക്ക് വേണ്ടി നാളെ റബ്ബിന്റെ അടുക്കൽ ഒന്നും ചെയ്യാൻ വാപ്പാക്ക് കഴിയില്ല. അങ്കിദീ നഫ്സകി മിനന്നാർ, നീ നിന്നെ തന്നെ നരകത്തിൽ നിന്ന് കാത്തോളണം. നമ്മ തൗഹീദ് പ്രചാരകരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്റെ നിങ്ങളെയും കാര്യം. തൗഹീദ് പ്രചരിപ്പിക്കുക നാട്ടിലൊക്കെ, സ്വന്തം വീട്ടിൽ മിണ്ടില്ല, ഭാര്യയോട് മിണ്ടൂല, മക്കളോട് പറയില്ല. നാട്ടിൽ സ്ക്വാഡ് വർക്കോ പിന്നെ മറ്റു കാര്യങ്ങളോ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കലോ നല്ല കാര്യങ്ങളോ അതൊക്കെ. സ്വന്തം വീട്ടിലെ ഭാര്യ വിവരം അറിഞ്ഞിട്ടില്ല, മക്കൾ വിവരം അറിഞ്ഞിട്ടില്ല, മരുമക്കൾ വിവരം അറിഞ്ഞിട്ടില്ല. അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ? അവര് ശിർക്കി നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയും ഉപ്പയും ശിർക്കി തന്നെ കഴിഞ്ഞോട്ടെ എന്നാണോ? നരകത്തിന്റെ വിറകായി നിത്യ നരകത്തിൽ ഉപ്പയും ഉമ്മയും കഴിഞ്ഞോട്ടെ എന്നാണോ നമ്മൾ ആഗ്രഹം?
പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാന്റെ ഖുർആന്റെ നിർദ്ദേശമനുസരിച്ച് മാറേണ്ട. ആദ്യം നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അങ്ങനെയാണ് അമ്പിയാക്കളുടെ രീതിശാസ്ത്രം. പരലോകത്തെത്തുമ്പോ ഈ സ്നേഹത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞൊന്ന് ശ്രദ്ധിച്ചോളൂ. യുബസ്സറൂനഹും, നാളെ പരലോകത്ത് പരസ്പരം കാണിച്ചു കൊടുക്കും. ഉപ്പാക്ക് മോനെ കാണിച്ചു കൊടുക്കും, ഉമ്മാക്ക് മോളെ കാണിച്ചു കൊടുക്കും, ഭർത്താവിന് ഭാര്യയെ കാണിച്ചു കൊടുക്കും, ഭാര്യക്ക് ഭർത്താവിനെ. അല്ല പറയാ, അവരെ പരസ്പരം കാണിച്ചു കൊടുക്കും. യവദ്ദുൽ മുജ്രിമു, പാപിയായ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. ലൗ യഫ്തദീ മിൻ അദാബി യൗമൈദിൻ ബിബനീഹി, എന്റെ സ്വന്തം മകനെ നരകത്തിന് കൊടുത്തിട്ടെങ്കിലും എനിക്ക് ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഇവിടെ ആ മകന് വന്ന പ്രശ്നം എനിക്കായിക്കോട്ടെ, എന്നാൽ എൻ്റെ മോനക്ക് പാടില്ല എന്നല്ലേ നമ്മളെ സ്നേഹം. ആ മകന് വന്ന രോഗം എനിക്ക് വന്നാലും എൻ്റെ മോനക്ക് വരില്ല എന്നല്ലേ അല്ലാഹ് പറയാണിത്. അവരെ പരസ്പരം കാണിച്ചു കൊടുക്കും നാളെ പരലോകത്ത്. എന്നിട്ട് പാപം ചെയ്ത് നരകാവകാശിയായി തീർന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് എന്റെ മകനെ പകരം കൊടുത്തെങ്കിൽ എന്ന് കൊതിച്ചു പോകും. വസാഹിബത്തിഹി, സ്വന്തം ഇണയെ 40, 50, 60 കൊല്ലം ഒരേ വിരിപ്പിൽ കിടന്ന സ്വന്തം ഇണയെ നരകത്തിന് കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെട്ടാ മതി എന്ന് കൊതിച്ചു പോകുന്നു. അതാ നരകം. ദുനിയാവിലെ ബുദ്ധിമുട്ട് പോലെ അല്ല. ദുനിയാവില് എന്താ ആപത്ത് വന്നാലും നമ്മൾ ഓടിച്ചെല്ലും. നമുക്ക് ആപത്ത് തന്നെ നോക്കാണ്ട് മോനെ രക്ഷിക്കാൻ, ഭാര്യയെ രക്ഷിക്കാൻ, ഭർത്താവിനെ ഉമ്മാനെ ഉപ്പാനെ രക്ഷിക്കാൻ ഓടിച്ചെല്ലും നമ്മൾ. പക്ഷെ പരലോകത്ത് സ്വന്തം ഇണയെ നരകത്തിന് പകരം കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെട്ടെങ്കിൽ, വസാഹിബത്തിഹി വഅഖി, സ്വന്തം സഹോദരനെ നരകത്തിന് പ്രായശ്ചിത്തമായി, വഫസീലത്തിഹി, സ്വന്തം കുടുംബത്തെ മുഴുവൻ, അല്ലത്തി തൂവി, അവന് അഭയം നൽകിയിരുന്ന കുടുംബാംഗങ്ങളെ മുഴുവൻ നരകത്തിന് പകരം കൊടുത്തെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും. വമൻ ഫിൽ അർദി ജമീആ, പോരാ, ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവൻ എനിക്ക് പകരം നരകത്തിന് കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് കൊതിച്ചു പോകും. സുമ്മയുഞ്ജി, എന്നിട്ട് അവന് രക്ഷപ്പെടാൻ. സൂറത്ത് മആരിജിലെ 11 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഈ കേട്ടത്. സൂറത്ത് മആരിജിലെ ആയത്താണ് നിങ്ങൾ കേട്ടത്. ഇവിടെ ഏത് സാഹചര്യത്തിലും നമ്മൾ വെറുക്കുന്നില്ല നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ, പേരമക്കളെ, ഭാര്യയെ, ഭർത്താവിനെ. അള്ളാഹിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാലും നമ്മൾ വെറുക്കുന്നില്ല അവരെ. പക്ഷേ പരലോകത്തെത്തുമ്പോ ഭാര്യയെ ശ്രദ്ധിക്കില്ല, മക്കളെ ശ്രദ്ധിക്കില്ല. അള്ളാഹ് സൂറത്ത് അബസയിൽ പറഞ്ഞത് കൂടി കേട്ടു നോക്കിയ നിങ്ങൾ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ സ്വന്തം സഹോദരനിൽ നിന്ന് ഓടി മാറുന്ന ദിവസമാണത്. പരലോകെ സ്വന്തം സഹോദരനിൽ നിന്ന് ഓടി മാറുന്ന ദിവസമാണ്. വ ഉമ്മിഹി, സ്വന്തം മാതാവിൽ നിന്ന് ഓടി മാറും. വ അബീഹി, സ്വന്തം പിതാവിൽ നിന്ന്. വ സാഹിബത്തിഹി, സ്വന്തം ഇണയിൽ നിന്ന്. വ ബനീഹി, സ്വന്തം മക്കളിൽ നിന്ന് പോലും ഓടി മാറുന്ന ദിവസമാണിത്. കാരണം അറിയോ, ഓരോരുത്തർക്കും വേണ്ടത് അവനുണ്ട്. നഫ്സി നഫ്സി എന്നല്ലാതെ എൻ്റെ ഭാര്യയുടെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കാൻ കഴിയില്ല. എൻ്റെ മക്കളുടെ സ്ഥിതി എന്താണ്, എൻ്റെ ഉമ്മയുടെ സ്ഥിതി എന്താണ്, ഉപ്പായുടെ സ്ഥിതി എന്താണെന്ന് പരലോകത്ത് വെച്ച് ഒരാളും അന്വേഷിക്കില്ല. നഫ്സി നഫ്സി, എൻ്റെ സ്ഥിതി എന്താണ്, എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നല്ലാതെ. അപ്പൊ ഇവിടെ ഓടി മാറൂല. എന്താപത്തിപ്പെട്ടാലും നമ്മൾ ഓടി മാറൂല, ഓടിച്ചെല്ലും, അവരെ രക്ഷിക്കാൻ ഓടിച്ചെല്ലും. പക്ഷെ പരലോകത്ത് നേരെ വിപരീതമാണ്. ഇത്തരമൊരു അവസ്ഥ ഇല്ലാതിരിക്കാൻ എന്തിനാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഇത്തരം ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്? റബ്ബിന്റെ കാരുണ്യ. ഈ ആയത്ത് റബ്ബിന്റെ കാരുണ്യമാണ്. സത്യവിശ്വാസികളിൽ ഒരാളും ഇതുപോലൊരവസ്ഥയിലേക്ക് എത്തരുത്. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള. അപ്പോ 5 നേരത്തെ
നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. ഉപേക്ഷിച്ചവൻ കാഫിറാണ്. 5 നേരത്തെ നിർബന്ധ നമസ്കാരം ഇല്ലാത്തവരൊക്കെ കാഫിരീങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മകൻ കാഫിറാണോ, മകൾ കാഫിറാണോ, മരുമകൾ കാഫിറാണോ, ഉമ്മ കാഫിറാണോ, വാപ്പ കാഫിറാണോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം. പ്രശ്നം ഗുരുതരമാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സന്തതികളെയും ഇണകളെയും എല്ലാം നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊണ്ട് അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. മിമ്പറിൽ നിന്ന് പറഞ്ഞ് ഞാൻ തോറ്റ ഒരു കാര്യം പിന്നെയും പറയാം. ഖുതുബ തുടങ്ങുമ്പോൾ 2 വരി തികഞ്ഞിരുന്നില്ല. ഞാൻ ഈ മിമ്പറിൽ കയറി സലാം ചെല്ലുമ്പോൾ 2 വരി തികഞ്ഞിരുന്നില്ല. ആ ഖുതുബയുടെ ആദ്യ ഭാഗം പലരും കേട്ടിട്ടില്ല ഇവിടെ ഇരിക്കുന്നവർ. ഈ ഒരു മാതൃകയാണോ നമ്മുടെ മക്കൾക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? ശരിക്കും എന്താ മക്കളും പേരമക്കളൊക്കെ ദീനുള്ളവരാകാൻ മാതാപിതാക്കളാ പ്രശ്നം. ദീനിന്റെ ഒരു മാതൃക സ്വന്തം മാതാപിതാക്കളും കിട്ടുന്നില്ലേ? മാതാപിതാക്കൾ പോലെ ജുമാക്കൂടെ ഈ ഖുതുബ ഇഖാമത്ത് കൊടുക്കാൻ എടുക്കുമ്പോഴാണ് പിന്നെ മക്കളെ കണ്ട് വളരുന്ന മക്കൾക്ക് ഇപ്പം എന്ത് പ്രശ്നം? അപ്പൊ നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല അപകടം വരുത്തുന്നത്, നമ്മളെ കണ്ട് വളരേണ്ട മക്കൾ പേരമക്കൾക്ക് കൂടി അപകടം നമ്മൾ തന്നെ വരുത്തി വെക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായും. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, എൻ്റെ കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മിനിമം 2 കാര്യങ്ങൾ ചെയ്തിരിക്കണം. 1, റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത് ഹിദായത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ റബ്ബിനോട് അല്ലാഹ് പറഞ്ഞല്ലോ, യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅതു മുസ്തഖറൻ വ മുഖാമാ. അള്ളാഹുവിന്റെ പ്രിയദാസന്മാരുടെ ഗുണങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്, അവര് റബ്ബിനോട് പ്രാർത്ഥിക്കും, നാഥ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണമേ. ഇന്ന അദാബഹാ കാന ഗറാമ. ആ നരകത്തിന്റെ ശിക്ഷ മാറിപ്പോകാത്തതാണ്, അതിൻ്റെ ചൂട് കുറയാത്തതാണ്, അതിൻ്റെ വേദന കുറയാത്തതാണ്. ദുനിയാവിലെ വേദനകളും ദുനിയാവിലെ ചൂടുകളും ദീർഘകാലം കഴിയുമ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നൊരു രീതിശാസ്ത്രമുണ്ട്. പരലോകത്തത് സംഭവ്യമല്ല. നരകത്തിന്റെ ശിക്ഷ ചൂട് കുറഞ്ഞു പോകില്ല. എത്ര ആണ്ട് കഴിഞ്ഞാലും ചൂട് കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അതിന്റെ ശിക്ഷ കടുപ്പം കൂടി വരികയല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത്രയും ഭയാനകമാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ ബാക്കി കാര്യമുണ്ടല്ലോ. അങ്ങനെ റബ്ബന ഹബ്ലന, അതേ പിന്നെ അള്ളാഹുവിന്റെ പ്രിയദാസന്മാരുടെ ഗുണം, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്നെയും എൻ്റെ ഇണകളെയും സന്തതികളെയും ഒക്കെ റബ്ബേ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ. അതുപോലെ മുത്തഖീങ്ങൾക്ക് മാതൃകയായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. രക്ഷാ മുത്തഖീങ്ങളാകുക ഉമ്മയുപ്പയും. ദീനിന്റെ പാഠം സ്വന്തം. ഏറ്റവും വലിയ സർവകലാശാലയാണ് വീട്. നമ്മൾ പഠിക്കാൻ പോലെ ഓർത്ത് കായ്ക്കോല. പിന്നെ നഴ്സറി കഴിഞ്ഞ് പിന്നെ KG ക്ലാസ്സുകൾ കഴിഞ്ഞ് LP UP ഹൈസ്കൂൾ +2 പിന്നെ കോളേജ്, അങ്ങനെ പോവില്ലേ. പക്ഷേ അതിന് മുമ്പുള്ളൊരു കാലമില്ലേ, 5 വയസ്സ് വരെയുള്ളൊരു കാലം.
അവൻ്റെ യൂണിവേഴ്സിറ്റി അവൻ്റെ വീടാണ്. ആ കുട്ടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ കല്ലിൽ വരച്ച പോലെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മയിൽ നിന്ന് കണ്ടത്, ഉപ്പയിൽ നിന്ന് കണ്ടത്, വെല്ലിപ്പയിൽ നിന്ന് കണ്ടത്, മുതിർന്നവരിൽ നിന്ന് അറിഞ്ഞത് അവൻ്റെ ഹൃദയത്തിൽ കല്ലിൽ വരച്ച പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ആ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് കാര്യമാണോ ഏൽപ്പിച്ചു കൊടുത്തത്, ഉത്തരവാദിത്വം, മാതാപിതാക്കളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, ഇണയുടെ കാര്യത്തിൽ, ഭർത്താവിന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്താണോ അള്ളാഹ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നാട്ടിൽ നടന്ന് സേവനമൊക്കെ ചെയ്യാവൂ. സ്വന്തം വീട്ടിലുള്ളവർക്ക് സേവനം ചെയ്യാൻ പറ്റാത്തവര് നാട്ടിൽ നടന്ന് സേവനം ചെയ്തിട്ട് എന്താ കാര്യം? കള്ളത്തരമാണത്, കാപട്യമാണ്. സ്വന്തം വയസ്സായ പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാവിനെ പരിചരിക്കാൻ മടി കാണിക്കുന്ന പെണ്ണുങ്ങൾ നാട്ടിൽ നടന്ന് രോഗികളെ ശുശ്രൂഷിക്കാൻ നടക്കണം. കള്ളത്തരം. അങ്ങനെ ആദ്യം അവിടെ കാണിക്കണം. വീടാണ് അള്ളാഹ് ചുമതലപ്പെടുത്തിയ ഒരു പെണ്ണിന്. വീട്, നിന്റെ വീട്, വീട്ടിലെ നായികയാണ് നീ, ചോദ്യം ചെയ്യുന്നു. നീ വീട്ടിലെ നായികയാണ്, ചോദ്യം ചെയ്യും നാളെ പരലോകത്ത്. നാട്ടിലെ കാര്യം ഒരിക്കലും പെണ്ണിനോട് അള്ളാഹ് ചോദിക്കൂല. നാട്ടിലെ വിഷയം ഒരു പെണ്ണിനോടും അള്ളാഹ് വിചാരണ ചെയ്യില്ല. സ്വന്തം വീട്ടിലെ കാര്യം ചോദിക്കും. അപ്പോ നരകം ഭയാനകമാണ്. അത് വേദന മാറിപ്പോകാത്തതാണ്. ചൂട്, ദീർഘകാലം ചൂട് ദുനിയാവിൽ ഒരാൾ അനുഭവിച്ചാലേ, തിളച്ച ചെമ്പിലേക്ക് കൈയിട്ട് വെള്ളം കോരില്ലേ, പണ്ടത്തെ ചായപ്പീടിയയിൽ വെള്ളം തിളച്ച ആവി ഇങ്ങോട്ട് വരുമ്പോ ഒരു കപ്പെടുത്തിട്ട് മൂടി തുറന്ന് അതിൽ കൈയിട്ട്, നമ്മൾ കൈയിട്ടാൽ കൈ പൊള്ളും, ആ ചായപ്പീടിയക്കാരൻ്റെ കൈ പൊള്ളുന്നില്ല. സ്ഥിരം ഉപയോഗിച്ചിട്ടാ, സ്ഥിരം അത് ശീലിച്ചിട്ടാ. പക്ഷെ നരകം അങ്ങനെയല്ല. നോക്കൂ നിങ്ങൾ, വനാദവും നരകപാപികൾ നരകത്തിലെ ശിക്ഷ സഹിക്കാൻ കഴിയാതെ അവര് വിളിക്കും, യാ മാലിക്, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കേ, റബ്ബുക, നിന്റെ റബ്ബിനോടൊന്ന് പറ, ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ, ഒന്ന് മരിപ്പിക്കാൻ പറയാൻ. ഇവിടെ മരിക്കില്ല എന്നല്ല അമ്മ പറയാറ് സാധാരണ. ഇൻഷാ അല്ലാഹ് അത് ശേഷം നമുക്ക് ശേഷമുള്ള കുത്തുബയിലൂടെ മനസ്സിലാക്കാം. ഒന്ന് മരിപ്പിച്ചു തരാൻ പറയാൻ മാലിക് എന്ന മലക്കിനോട്. കാല, മാലിക് പറയുന്നതോ, ഇന്നക്കും മാക്കിസൂനില്ല, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ എന്നെന്നും ഈ ശിക്ഷയിൽ തന്നെ കഴിഞ്ഞുകൂടണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ലഖദ് ജിനാകും ബിൽ ഹഖ്, മാലിക് എന്ന മലക്ക് പറയാണ്, സത്യവുമായി അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നല്ലോ. അള്ളാഹുവിന്റെ കിതാബുമായി, ഖുർആനുമായി അള്ളാഹിന്റെ ദൂതൻ വന്നല്ലോ. ആ ഖുർആനിനെ ആ ദൂതൻ സ്വന്തം ജീവിതത്തിലൂടെ, സുന്നത്തിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നല്ലോ. വലാകിന്ന അക്സറക്കും ലിൽ ഹഖ് കാരിഹൂൻ, നിങ്ങൾ അധിക പേരും ആ സത്യത്തിനെ വെറുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മരണമില്ല. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിക്കയില്ല, മരിക്കയില്ല. അതുകൊണ്ട് എന്നെന്നും ഈ നരകശിക്ഷയിൽ നിങ്ങൾ കഴിഞ്ഞുകൊള്ളുക എന്ന മറുപടിയാണ് അവിടെ ഉണ്ടാവുക. എത്ര കൊല്ലം ജീവിക്കും നമ്മൾ? എത്ര കൊല്ലം? നല്ല സുഖം, മക്കൾക്ക് നല്ല സുഖം, ഭാര്യക്കും ഭർത്താവിനും ഒക്കെ സുഖം. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞിട്ട് ശാശ്വതമായ ജീവിതം, അത് രക്ഷപ്പെടുന്നതിലാണ് വിജയം. അതിനുവേണ്ടി ദുനിയാവിലെയും ആഖിറത്തിലെയും സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കുക, നമ്മൾ പ്രവർത്തിക്കുക. ഇപ്പോ ഈ പള്ളിയിൽ ഇപ്പിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം, റഹ്മത്തിറങ്ങുന്ന ജുമയുടെ ഈ സമയത്ത് മനസ്സിൽ തീരുമാനമെടുക്കുക, പുണ്യം കിട്ടുന്ന വഴിയിലേക്കായിരിക്കും എൻ്റെ അധ്വാനം. നരകത്തിലേക്ക് പോകുന്ന ഒരു ഞാൻ ഉണ്ടാവില്ല, എൻ്റെ കുടുംബത്തിലെ ആളുകളും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റബ്ബിനോട് തേടിക്കൊണ്ട് പള്ളിയിൽ നിന്ന് ജുമഅയിട്ട് പുറത്തു പോവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار